ജില്ലാ സ്പോർട്സ് കൌൺസിലിന് കീഴിൽ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കായിക മഹോത്സവം സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കായിക മഹോത്സവത്തിൽ ഫുട്ബോൾ മാത്രമല്ല, എല്ലാ കായിക ഇനങ്ങളും അതിന്റെ വികാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിലേക്കെല്ലാം തന്നെ കുട്ടികളെ ആകൃഷ്ടരാക്കുന്നത്, രക്ഷിതാക്കളെ ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ആ കായിക മഹോത്സവത്തിന് കഴിഞ്ഞു എന്നുള്ളത്. ദേശീയ അന്തർദേശീയ തലത്തിൽ ഫുട്ബോൾ താരങ്ങളെ ജില്ലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് VP അനിൽ പറഞ്ഞു. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം, മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം, എടപ്പാൾ സ്റ്റേഡിയം, നിലമ്പൂർ താനൂർ ഉണ്ണിയാൽ ഫിഷറി സ്റ്റേഡിയം, അരീക്കോട് സ്റ്റേഡിയം, പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലെ ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനമാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നത്. ജില്ലയിലെ 700ഓളം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സ്പോർട്സ് കൌൺസിൽ ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം C സുരേഷ് അധ്യക്ഷനായിരുന്നു. മുൻ സന്തോഷ് ട്രോഫി താരം PV സന്തോഷ്, ബിനോയ് C ജെയിംസ്, സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി VR അർജുൻ, സ്പോർട്സ് ഓഫീസർ മുരുകൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ മലപ്പുറം ഫുട്ബോൾ അക്കാദമിയും മഞ്ചേരി ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ സൗഹൃദ മത്സരം നടന്നു. മലപ്പുറം ഫുട്ബോൾ അക്കാദമി എതിരില്ലാതെ ഒരു ഗോളിന് വിജയിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.